ആരാടാ ഈ ബ്രോക്കർ കുട്ടപ്പൻ? ആരാടാ ഈ ബ്രോക്കർ കുട്ടപ്പൻ? ഇയാളാണ് സാർ ബ്രോക്കർ കുട്ടപ്പൻ. അയ്യോ, നീ എന്തിന്റെ ബ്രോക്കറാണ്? ആദ്യം ഫിലിപ്പോസ് മുതലാളിയുടെ ബ്രോക്കറായിരുന്നു. അല്ല, തോട്ടത്തിൽ മേസ്ത്രി പണിയായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചപ്പോ ലാൻഡ് ബ്രോക്കറും കെട്ടിട ബ്രോക്കറും ഒക്കെ ആയി. നോ കൺഫ്യൂഷൻ. അപ്പോഴും നീ ഫിലിപ്പോസുമായിട്ടുള്ള പഴയ ബന്ധം തുടർന്നിരുന്നു അല്ലടാ? പറയണം. തുടർന്നിരുന്നു. അപ്പൊ ഫിലിപ്പോസും മകളുമായിട്ട് തെറ്റിപ്പിരിയാനുള്ള കാരണം നീയായിരുന്നു? അല്ല സാറേ, അതിന് കാരണം രാരിച്ചനായിരുന്നു. രാരിച്ചൻ ഫിലിപ്പോസിന്റെ ഡ്രൈവർ ആയിരുന്നു. ആദ്യം ഫിലിപ്പോസിന്റെ ഡ്രൈവറായിരുന്നു, പിന്നെ ജിജിയുടെ ലവറായി. ഫിലിപ്പോസും മകളുമായിട്ട് തെറ്റാനുള്ള കാരണം മാത്രം പറഞ്ഞാൽ മതി, നീ അധികം വളുവളുക്കണ്ട. കഴുത്തേന്ന് പിടിവിട്ടാ ഞാൻ എല്ലാം പറയാം. രാരിച്ചനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിപ്പോസ് മനഃപൂർവ്വം ഡ്രൈവറാക്കിയത്. റബ്ബർ ഷീറ്റിന്റെ ഉള്ളിൽ കഞ്ചാവ് തിരികാൻ മക്കളോട് പറഞ്ഞപ്പോ ഞാനവിടെ ഉണ്ടായിരുന്നു. ജിജി കുഞ്ഞും അത് കേട്ടിരുന്നു. ഇത്ര എനിക്കറിയാവൂ സാർ. ഇതെന്താണെന്നറിയാവോ നിനക്ക്? പാദസരം. ആരുടെ പാദസരം? നേരെ ചൊവ്വേ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ ത്രാണിയില്ലാത്ത ഞാൻ എങ്ങനെ പാദസരം കാണും? ഇങ്ങനെ മുട്ടുകയറ്റി എന്റെ പീസ് അടിച്ചു. നോ കൺഫ്യൂഷൻ. എങ്കിൽ പറ, ഇതാരുടെ പാദസരം? സീനയുടെ പാദസരം. ഏത് സീനയുടെ? വർക്കിയുടെ മോള് സീനയുടെ. ഇതെങ്ങനെ ജിജിയുടെ കയ്യിൽ വന്നു? പലപ്പോഴും രാരിച്ചനെ കാണാൻ ജിജി ഗോഡൌണിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നപ്പോ കുഞ്ഞിന് കിട്ടിയതായത്. ആ പെൺകൊച്ചിന്റെ കിട്ടിയപ്പോഴേ ഞാൻ ഉറപ്പിച്ചത് ഈ പാദസരം എന്റെ പണി തീർക്കുമെന്ന്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി. നീയും വക്കനും കൂടി സീനയെ എങ്ങനെ കൊന്നു, ശവം എവിടെ മറവി? നീയും വക്കനും കൂടി സീനയെ എങ്ങനെ കൊന്നു, ശവം എവിടെ മറവി ചെയ്തു? എനിക്കൊന്നും അറിഞ്ഞൂടെ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ? നടന്നതല്ല, നടന്നതുപോലെ ഞാൻ പറയാവേ.